നമ്മളിൽ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതും ഒന്നുകൂടി തിരിച്ചു പോകാൻ തോന്നുന്നതായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കുമല്ലേ നമ്മുടെ സ്കൂൾ കാലഘട്ടം. ഒരു NIS ഏജൻറ്റിന് സീക്രട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ സ്റ്റുഡൻ്റായിട്ട് ഒരു പ്രമുഖ സ്കൂളിലേക്ക് പോവേണ്ടി വരുന്നതും അവിടെ വെച്ചുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും ഒക്കെയാണ് 2025 പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി സ്പൈ കൊറിയൻ ഡ്രാമയായിട്ടുള്ള അണ്ടർ കവർ ഹൈസ്കൂളിൽ പറയുന്നത്. നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളതും ഒരുപാട് കോമഡിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കൊറിയൻ ഡ്രാമയാണ് കേട്ടോ ഈ അണ്ടർ കവർ ഹൈസ്കൂൾ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് എൻ്റെ ഒരു പുതിയൊരു ചാനലാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു കൊറിയൻ ഡ്രാമ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കൊറിയൻ ഡ്രാമാസ് നല്ല ത്രില്ലിംഗ് ആയതും സൈക്കോ ത്രില്ലറും പിന്നെ അതുപോലെ കോമഡി, സസ്പെൻസ്, ഹൊറർ അങ്ങനെ ഒരുപാട് കൊറിയൻ ഡ്രാമ ഇതിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കൊറിയൻ ഡ്രാമാസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തേക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകൻ വരുന്നതാണ് കാണിക്കുന്നത് ബൈക്കിൽ. ഇരുട്ട് പിടിച്ച എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു സീക്രട്ട് ഓപ്പറേഷൻ, അന്നത്തെ ആ ദിവസമാണ് എല്ലാം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കഥാനായകൻ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. ഹേസോങ് എന്നാണ് കേട്ടോ നമ്മുടെ നായകൻ്റെ പേര്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു വലിയ പുള്ളി, അതായത് ഒരു വലിയൊരാളും പിന്നെ അതുപോലെ തന്നെ ഒരു കള്ളനും കൂടെ എന്തോ ഒരു വലിയ ഡീൽ ഉറപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു മ്യൂസിയത്തിൽ നിന്നിട്ട് മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രതിമയാണ് ഇവരുടെ കയ്യിലുള്ള. അതിനെ പറ്റിയിട്ടാണ് ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ അവർ ആ വിഗ്രഹവും കൊണ്ടിട്ട് അവിടുന്ന് പോകുന്ന ഉറപ്പായതോടെ നമ്മുടെ ഹേസോങ് അങ്ങോട്ട് ചാടി വീഴാണ്. ഈ ഒരു ഓപ്പറേഷനിൽ ഹേസോങ് ഒറ്റയ്ക്കല്ല കേട്ടോ, അവൻ്റെ കൂടെ 3 കൊളീഗ്സും ഉണ്ട്. 2 പേരും അവന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരാൾ അവൻ്റെ കൂടെ ഹെൽപ്പിന് അവിടെ ഉണ്ട്, അവൻ്റെ ഒരു ജൂനിയർ. അപ്പോൾ ഇവരവിടെ വെച്ച് ഫൈറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരാൾ നമ്മുടെ ഹേസോങ്ങിൻ്റെ കണ്ണ് വെട്ടിച്ച് പ്രതിമയും കൊണ്ട് കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ ഹേസോങ് ആണെങ്കിൽ അവരെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ സീനിയറും അതുപോലെ തന്നെ ഒരു ലേഡി സ്റ്റാഫും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ അവൻ്റെ പിന്നാലെ പോയിട്ട് വെറുതെ വേണ്ടാത്ത ഏടാകൂടുതലൊന്നും പോയി പെടല്ലേ, നമുക്ക് ആ വിഗ്രഹം കിട്ടുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ, അല്ലാതെ അവനൊന്നും ചെയ്തേക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ഒന്നും വകവെക്കാതെ ഹേസോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യം, ആ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ കാറിൻ്റെ മുകളിലേക്ക് ഹേസോങ് വലിഞ്ഞ് കയറും. ആ ഒരു വിഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഹേസോങ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ കാറ് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടാകുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ ഹേസോങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്, അതായത് ജൂനിയർ ആയിട്ടുള്ള കൊളീഗ് പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഒരു കുഴപ്പവും കൂടാതെ ഹേസോങ് ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. കൂടെ ആ ഒരു കള്ളനും അവൻ്റെ കയ്യിൽ വിഗ്രഹവും ഉണ്ടായിരുന്നു. ഹേസോങ്ങിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ കൂടെയുള്ള കൊളീഗ്സൊക്കെ പേടിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഈ ഒരു പ്രവൃത്തി ശരിക്കും അവരുടെ ടീമിനെ തന്നെ ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും ഹേസോങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രതിമ വാങ്ങിയിട്ട് ആ ടീമിലുള്ള എല്ലാവരും, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജൂനിയർ ആയിട്ടുള്ള കൊയോങ്ങും പിന്നെ പാർക്ക് മിങ്ജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി സ്റ്റാഫും അവൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു ആൻസൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനിയർ സാറും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ഒരു പ്രതിമ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കയ്യിലുള്ള ഒരു വിരൽ കാണാനുണ്ടാവുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആകെ ഞെട്ടിത്തെരിക്കുകയാണ്. കാരണം ഒരു കേടുപാടും സംഭവിക്കാതെ ആ ഒരു പ്രതിമ അവർക്ക് തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ വലിയൊരു മിസ്റ്റേക്ക് ഇവരുടെ കയ്യിൽ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് പറ്റിയതെന്ന് വെച്ചാൽ ഈ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നമ്മുടെ ഹേസോങ് ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കള്ളന്മാരെ വെടിവെച്ചിടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ബുള്ളറ്റ് പോയിട്ട് കയറുന്നുണ്ടാവുക നമ്മുടെ പ്രതിമയുടെ വിരലിലായിരിക്കും. അങ്ങനെയാണ് ആ വിരൽ പോയിട്ടുള്ളതെന്ന് പിന്നെ ഇവർ ഓർത്തെടുക്കുകയാണ്. എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു മിസ്റ്റേക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ ഹേസോങ്ങിൻ്റെ ജോലി വരെ പോകുന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ്റെ ടീമിൽ സീനിയർ ഓഫീസർ വേറൊരു ഓഫീസറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, സർ പ്ലീസ് ഞങ്ങൾക്കൊരു അവസരം കൂടെ തരണം, നമ്മുടെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അവൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുള്ളതെന്ന് സാറിന് അറിയാലോ, അവനൊരു ചാൻസ് കൂടി കൊടുക്കണം, ഇതറിയാതെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുന്നുണ്ട് അവന് വേണ്ടിയിട്ട്, ഹേസോങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ആൻസൊക്കു എന്ന് പറഞ്ഞിട്ടുള്ള സാറ് വാദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. സാർ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറയുമ്പോൾ കിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീനിയർ ഓഫീസർ അവനോട് തിരിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുമോ, എന്നാൽ പിന്നെ ഈ ഒരു ഫയൽ നോക്ക്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ്റെ ജോലി തിരിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ ആൻസൊക്കു തിരിച്ച് നമ്മുടെ ഹേസോങ്ങിൻ്റെ അടുത്തും കൂട്ടാളികളുടെ അടുത്തും ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. കിം നമുക്കൊരു പുതിയ ഡ്യൂട്ടി തന്നിട്ടുണ്ട്, ഈ ഒരു ദൗത്യം നമ്മൾ പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേസോങ്ങിൻ്റെ ജോബിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവനെ തിരിച്ച് നമ്മുടെ ടീമിലേക്ക് എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
സെൂളിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ സ്കൂളിലെ ചെയർമാനായിട്ടുള്ള ബ്യോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പണ്ട് നടന്നിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. ഈ ബ്യോങ് എന്ന് പറഞ്ഞിട്ടുള്ള ചെയർമാൻ ഒരുപാട് കാലം മുന്നേ കൊറിയൻ ജനതയെ ഒന്നടങ്കം വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞതായിരുന്നു. അന്നത്തെ രാജാവിൻ്റെ സേവകനായിരുന്നു ഈ ബ്യോങ്. അദ്ദേഹത്തിന് ഒരുപാട് സ്വർണം രാജാവ് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. എന്നാൽ അവിടുത്തെ രാജാവിനെ വരെ പറ്റിച്ചിട്ട് ഈ ഒരു സ്വർണം മൊത്തം ഇയാൾ കൈക്കലാക്കുകയാണ് ചെയ്തത്. കൊറിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ജാപ്പനീസ് ആധിപത്യം അവസാനിക്കുകയും ചെയ്തപ്പോൾ ഈ ബ്യോങ്ങിന് ഒളിച്ചിരിക്കേണ്ടി വന്നു. ആ ഒരു സമയത്ത് കയ്യിലുള്ള സമ്പാദ്യം മൊത്തം എവിടെയോ ഒളിപ്പിച്ചിട്ട് അതിൽ നിന്നും വെറും 2 ഗോൾഡ് ബാർ മാത്രം അയാൾ എടുത്തിട്ട് എങ്ങോട്ടേക്കോ നാട് വിടുകയാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു ഗോൾഡ് എവിടേക്കാണ് പോയിട്ടുള്ളത്, രാജ്യം വിട്ട് പോയിട്ടുണ്ടോ എന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന്, അതായത് കൊറിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്നത്തെ ഓഫീസേഴ്സ് തിരയാത്ത ഒരൊറ്റ സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഈ ഒരു സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിലേക്കാണ് നമ്മൾ ഈ ഒരു സീക്രട്ട് മിഷനായിട്ട് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ആ സ്കൂളിലേക്ക് എങ്ങനെയെങ്കിലും ഒരു സ്റ്റുഡൻ്റായിട്ട് നുഴഞ്ഞു കയറിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മുടെ ഹേസോങ്ങിന് തന്നെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വരേണ്ടി വരികയാണ്. കാരണം അവരുടെ കൂട്ടത്തിൽ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിനെ പോലെ തോന്നുന്നത് നമ്മുടെ ഹേസോങ്ങിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ അവനെ ഒരുപാട് കൺവിൻസ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം ഒരു ബാറിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹേസോങ് പോകാനിരിക്കുന്ന സ്കൂളിലെ അധ്യാപകർ മൊത്തം ആ ഒരു ബാറിലുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടി നിന്നിട്ട് ഒരുപാട് തൊണ്ടപൊട്ടി പാട്ട് പാടുന്നുണ്ട്. ഇത് വേറെ ആരല്ല, നമ്മുടെ കഥയിലെ നായികയാണ് ഓസുവ. അവൾ സ്കൂളിലെ ടീച്ചറാണ്, ടെമ്പററി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അവളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിലെ പെർമനൻറ്റ് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹെഡ് മാസ്റ്ററിനെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ സോപ്പ് ഇടുക എന്നുള്ളതായിരുന്നു അവളുടെ മെയിൻ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ അവൾ പാടിക്കൊടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, അയാളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്യിക്കുന്നുണ്ട്. അവളെ കൊണ്ട് വലിയൊരു ഗ്ലാസ്സിൽ ഡ്രിങ്ക്സ് കഴിപ്പിക്കുകയാണ്. അവൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നാലും അവളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളിങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ്. അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ നിന്ന് വേറൊരു സാറ് പറയുന്നുണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്, അവൾക്ക് വേണ്ടി ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാമെന്ന്. പക്ഷേ അതിനൊന്നും തന്നെ ഈ ഹെഡ് മാസ്റ്റർ സമ്മതിക്കുന്നില്ല, പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ തനിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് മദ്യപിക്കും. അങ്ങനെ ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ, ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മര്യാദയ്ക്ക് പ്രിൻസിപ്പൾ കാറിൽ കയറിയിട്ട് പോകാൻ നിൽക്കുമായിരിക്കും. പക്ഷേ അങ്ങോട്ടേക്ക് ഒരു ആവശ്യമില്ലാതെ നമ്മുടെ ഓസുവ കയറി ചെന്ന് കൊടുക്കുകയാണ്. സാർ നമുക്ക് ഒന്നുകൂടി ആഘോഷിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അവൾക്ക് തീരെ ലക്കില്ല. കാരണം അവളെ ഒരു വിധത്തിൽ സാർ ഇഷ്ടപ്പെട്ട് വന്നായിരുന്നു. പക്ഷേ ആ ഒരു ഇഷ്ടം മൊത്തം ഈ ഒരു നിമിഷത്തിൽ പോയി. കാരണം അയാളുടെ വിഗ്ഗിലാണ് ഇവൾ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും മുന്നിൽ അയാളുടെ വിഗ്ഗ് അഴിഞ്ഞു പോയതിൻ്റെ ദേഷ്യം അയാൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയ ഓസുവ നമ്മുടെ പ്രിൻസിപ്പൾ വിളിച്ച കാറിൽ തന്നെ കയറി പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചിട്ട് അവളുടെ അമ്മയുടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അവളുടെ അമ്മ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അവിടെ കുടിച്ച് ബോധമില്ലാതെ വന്നിരിക്കുകയാണ് കേട്ടോ. അവൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികൾ ആലോചിച്ചിട്ട്. അവിടെ നമ്മുടെ ഹേസോങ്ങും ഉണ്ടാവും. അവനിരുന്ന് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവളാണെങ്കിൽ അവനെ കണ്ടിട്ട് ആകെ ക്രഷ് അടിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ട് അവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്യാഷ് തരില്ല, കാരണം ഞങ്ങൾ മൈനേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഡ്രിങ്ക്സ് കഴിക്കാൻ തന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഷോപ്പ് പൂട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ അമ്മേനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ സ്റ്റുഡൻസിനെ അവൾ നല്ല വഴക്ക് പറയും. പക്ഷേ ഇവളുടെ ഈ ഡയലോഗ് ഒന്നും ശ്രദ്ധിക്കാതെ അവളുടെ മെക്കെട്ട് കയറാൻ നിൽക്കുകയാണ് ഈ സ്റ്റുഡൻസ് എല്ലാവരും. നീ ഏതടി ക്യാഷ് തന്നില്ല, നീ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ഹേസോങ് ഇതിൽ കയറി ഇടപെടുന്നുണ്ട്. ഈ പയ്യന്മാർക്കൊക്കെ കണക്കിന് കൊടുക്കുന്നുമുണ്ട്. ഇത് കണ്ടപ്പോൾ ഓസുവയ്ക്കാണെങ്കിൽ അവളുടെ നെഞ്ചത്തുനിന്ന് ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ഈ ഒരു മട്ടും പാവൊക്കെ കണ്ടിട്ട് ഓസുവേനെ അവളുടെ അമ്മ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. സ്കൂളിലേക്ക് ഒരു സ്റ്റുഡൻ്റായിട്ട് ചെല്ലുക എന്നുള്ളത് ഹേസോങ്ങിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം അവന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവൻ്റെ സ്കൂൾ കാലഘട്ടം. കാരണം ഒരുപാട് റാഗിങ് ഒക്കെ അവൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് അവന് ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇഷ്ടമില്ലാത്തത്. അങ്ങനെ പിറ്റേ ദിവസം അവൻ്റെ ടീമിലുള്ള മെമ്പേഴ്സ് എല്ലാവരും അവനെ ആ സ്കൂളിനെ പറ്റിയിട്ടും അതിൻ്റെ ചരിത്രവും ഹിസ്റ്ററിയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ യൂസ് ചെയ്യുന്ന വാക്കുകളും അവരോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സ്കൂളിലുണ്ടായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ആ സ്കൂളിൽ ഏതൊക്കെ ആളുകളാണ് വരുന്നത്, ഒരുപാട് പത്രപ്രവർത്തകർ, പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാള ഭരണം പോലെയാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻസ് ആയിട്ടുള്ള
ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ ചേർന്നിട്ടുള്ള ഒരു കൗൺസിൽ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഒരു മെമ്പേഴ്സ്, അതിലുള്ള മെമ്പേഴ്സായിരിക്കും ആ സ്കൂളിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹേസോങ്ങിന് പുതിയതായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരം ഹേസോങ്ങിനെ വിളിച്ചിട്ട് ആൻസോക്കോ പറയുന്നുണ്ട്, നിൻ്റെ ആൻറ്റി ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നിൻ്റെ വീടൊക്കെ വൃത്തിയാക്കി വെച്ചു എന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹേസോങ് ആകെ ഞെട്ടിക്കരിച്ച് നിൽക്കുകയാണ്. ഉടനെ തന്നെ വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഈ ആൻറ്റി എന്ന് പറയുന്നത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ ആൻസോക്കോയുടെ വൈഫാണ്. അതായത് ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആൻറ്റി വന്ന എന്തിനാണെന്ന് വെച്ചാൽ ഹേസോങ് ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നു പോകുന്നുണ്ടോ, നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, അവളുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ഇവനെ നോക്കണേ എന്നൊക്കെ. ഇവരുടെ കൂടെ തന്നെ ഒരു കുട്ടിയുണ്ട്, അതായത് യൂജോങ് എന്നാണ് ഇവളുടെ പേര്. ആൻസോക്കോയുടെ മകളാണ് കേട്ടോ ഈ യൂജോങ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസോക്കോ ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് പറയും, നിങ്ങളോട് ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഹേസോങ് ഇനി ഒരു വലിയൊരു സീക്രട്ട് മിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ പുറത്ത് ആരോടും പറയരുത്. ഇവൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ യൂജോങ് പഠിക്കുന്ന സ്കൂളിലേക്കാണെന്നാണ്. അത് കേൾക്കുമ്പോൾ യൂജോങ് ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം അവളുടെ സ്കൂളിലേക്കാണ് ചേട്ടൻ വരുന്നതെന്ന് പറയുമ്പോൾ അവളാകെ ഷോക്കാവുകയാണ്. പക്ഷെ അപ്പോഴും അവൾ അറിയുന്നില്ല സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഹേസോങ് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള ചെറുപ്പകാലത്തുള്ള ഒരു ഫോട്ടോ അവൻ നോക്കി നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനോട്, അച്ഛൻ ഞാനെൻ്റെ പുതിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ പോവാണ്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിയിട്ട് പോവുകയാണ്. ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഹേസോങ്ങിൻ്റെ കൂടെ അച്ഛൻ ഇല്ല എന്നുള്ളത്. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം കേട്ടോ. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഓസുവ ടീച്ചർ ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, ടീച്ചർ ഇന്ന് ലേറ്റായിട്ടാണ് സ്കൂളിലേക്ക് വന്നത്. ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ പ്രിൻസിപ്പളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, എവിടെ പോയി ടീച്ചർ, എവിടെ പോയി, അവൾ ഇപ്പോഴും ലേറ്റായിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ഹേസോങ് അങ്ങോട്ടേക്ക് വരിക. ടീച്ചറാണെങ്കിൽ പറയുന്നുണ്ട്, ഓസുവ പറയുന്നുണ്ട്, എന്നെ ഇവിടെ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കല്ലേ എന്ന്. അപ്പോൾ നേരെ നമ്മുടെ ഹേസോങ് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പ്രിൻസിപ്പൽ ചോദിക്കും, ടീച്ചറെ കണ്ടോ, നീ ഓസുവ ടീച്ചറെ കണ്ടോ എന്ന്. പക്ഷേ അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹേസോങ് പറയുന്നുണ്ട്, ഞാനിവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻ്റാണ്. പിന്നെ സാർ ഇപ്പോൾ ചോദിച്ച ടീച്ചർ ദേ ആ വഴിക്കാണ് പോയതെന്ന് പറഞ്ഞിട്ട് വഴി തെറ്റിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്രിൻസിപ്പളാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി ആ ഒരു വഴി ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോഴായിരിക്കും ടീച്ചർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയുക, ഓ അപ്പോൾ നീയാണല്ലേ എൻ്റെ പുതിയ സ്റ്റുഡൻറ്റ്, എന്തായാലും സാറിൻ്റെ മുന്നിൽ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ താങ്ക്സ് എന്നൊക്കെ പറയുമ്പോഴായിരിക്കും ഇവൾക്ക് പെട്ടെന്ന് ഹേസോങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. നീയല്ലേ ഇന്നലെ രാത്രി എൻ്റെ അമ്മയുടെ ഷോപ്പിൽ വന്നിട്ട് ആ പയ്യന്മാരോട് കച്ചറുണ്ടാക്കിയ, അപ്പോൾ നീ ഒരു സ്റ്റുഡൻ്റ് ആണല്ലേ, എന്നിട്ടാണോ നീ അവിടെ വന്നിട്ട് ഇന്നലെ തല്ലുകൂടിയതും ഡ്രിങ്ക്സ് കഴിച്ചതൊക്കെ, എന്തായാലും നല്ല കാര്യം തന്നെ, നിന്നെ ഞാൻ സ്റ്റുഡൻസ് കൗൺസിലിൽ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഓസുവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയും, സോറി ടീച്ചർ, അറിയാതെ പറ്റിപ്പോയത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ. അങ്ങനെ ഓസു നമ്മുടെ ഹേസോങ്ങിനെയും കൂട്ടിയിട്ട് ക്ലാസ് റൂമിലേക്ക് പോവാണ്. ഹേസോങ്ങിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ യൂജോങ് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തൻ്റെ ചേട്ടൻ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ ബാക്കിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇത്രയും ചുള്ളനായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ ക്ലാസ് ഏകദേശം തുടങ്ങി. അപ്പോൾ നമ്മുടെ യൂജോങ് അവന് മെസ്സേജ് അയക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നീ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് വാന്ന് പറഞ്ഞിട്ട്. എന്നാലും ചേട്ടൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് സ്റ്റുഡൻ്റായിട്ട് കിട്ടിയെടുത്ത്, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചിട്ട് ഇവിടുന്ന് പൊക്കോണം. പിന്നെ അതുപോലെ തന്നെ എന്നെ പറ്റി ഇവിടുന്ന് എന്ത് കാര്യം അറിഞ്ഞാലും എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കൊണ്ട് പ്രോമിസൊക്കെ ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ ഹേസോങ്ങിന് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു അന്തരീക്ഷം. അവന് ഭയങ്കര ബോറിംഗ് ആയിരുന്നു സ്കൂളിലിരിക്കുക എന്ന് പറയുമ്പോൾ. ഒരുപാട് സീക്രട്ട് മിഷനൊക്കെ ഇവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പണി ഇതുപോലൊരു 8ൻ്റെ പണി അവൻ്റെ ജീവിതത്തിലേ കിട്ടാനില്ല എന്ന് അവന് തോന്നിപ്പോയി. കാരണം ഒരുപാട് കുരുത്തം കെട്ട പിള്ളേരൊക്കെ കൂടെ അവൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊക്കെ ആലോചിച്ചിട്ട് അവൻ ഇപ്പോഴേ ടെൻഷൻ അടിച്ച് നിൽക്കുക. അതിൻ്റെ ചില രസകരമായിട്ടുള്ള ഓരോരോ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഹേസോങ് അവിടെ ഫുള്ള് പരതുന്നുണ്ട് എവിടെയാണ് ഗോൾഡ് ബാർ ഉള്ളതെന്ന്. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചാൽ ഈ ഒരു വേഷം അഴിച്ചു വെച്ചിട്ട് അവന് മുങ്ങാലോ. അതുകൊണ്ട് ഫുൾ ടൈം അവൻ്റെ ശ്രദ്ധ അതിലേക്ക് മാത്രമാണ് ചിലവാക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴായിരിക്കും അവൻ്റെ കണ്ണിൽ ഒരു ബിൽഡിംഗ്, ഒഴിഞ്ഞു കിടക്കുന്നൊരു ബിൽഡിംഗ് കാണുക. അതിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല എന്നുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഹേസോങ് ആണെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും നടന്നിട്ട് വീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തനിക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴായിരിക്കും
തൻ്റെ ക്ലാസ് റൂമിലുണ്ടായിരുന്ന മിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടീനെ 3-4 പയ്യന്മാർ ചേർന്നിട്ട് റാഗ് ചെയ്യുന്നത് കാണുന്നത്. അവനെ ഉപദ്രവിക്കുകയും ഫുഡ് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് ശല്യം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹേസോങ്ങിന് തരുത്ത് കയറുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യം അന്വേഷിക്കുമ്പോഴായിരിക്കും ഇവർ വീണ്ടും ഇവനോടും ഡയലോഗ് അടിക്കാൻ വേണ്ടി വരുന്നത്. എന്നാൽ പിന്നെ ഇതിന് പകരം നീ പോയി ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങി വന്ന് ഹേസോങ്ങിൻ്റെ അടുത്ത് ഈ സ്റ്റുഡൻസ് ഓർഡർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഇവന് ആകെ തരുത്ത് കയറുന്നുണ്ട്. കാരണം ഇവൻ്റെ ഒരൊറ്റ അടിക്കുള്ളൂ ഇവർ. പക്ഷേ പെട്ടെന്നായിരിക്കും നമ്മുടെ ആൻസുക്കോ നമ്മുടെ ഹേസോങ്ങിൻ്റെ പിന്നിൽ നിന്ന് മകനെ അരുത്, നമ്മുടെ ലക്ഷ്യം ഇതല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചേ പറ്റൂ ഇങ്ങനെ അവൻ്റെ പിന്നിൽ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഇത്തവണത്തേക്ക് ഈ പിള്ളേരോട് ഇവൻ ക്ഷമിക്കുകയാണ്. എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഡ്രിങ്ക്സും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഹേസോങ് അവിടെ നിന്ന് പോവുകയാണ്. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മിന്നിൻ്റെ അടുത്ത് വന്നിട്ട് ഹേസോങ് പറയും, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് തല കുനിച്ച് മിണ്ടാതിരിക്കരുത്, അതിനെ നന്നായിട്ട് പ്രതികരിക്കണം എന്നൊക്കെ. അപ്പോൾ മിന്നെ തിരിച്ച് ചോദിക്കും, എന്നിട്ട് നീ എന്താ പ്രതികരിക്കാഞ്ഞെന്ന്. പക്ഷേ അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഹേസോങ്ങിൻ്റെ കയ്യിൽ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിന്ന് ചോദിക്കും, നീ എന്തിനാ അവിടേക്ക് പോയ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക്? അപ്പോൾ മിന്നിനോട് ഇവൻ തിരിച്ചു ചോദിക്കും, നിനക്ക് അതിനെ പറ്റി എന്തെങ്കിലും അറിയോ? എന്താണ് ആ ബിൽഡിങ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? മിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാട്ടോ. പക്ഷേ അവന് ഗോസിപ്പൊക്കെ പറയാൻ നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഗോസ്റ്റിൻ്റെ ഗോസിപ്സൊക്കെ പറയാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ പറയും, ഇവിടെ ഒരുപാട് ഡെഡ് ബോഡീസൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടേക്ക് പോകാറില്ല, എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാൻ പേടിയാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഗോസ്റ്റിൻ്റെ സ്റ്റോറീസൊക്കെ പറഞ്ഞുതരാം. ആ ബിൽഡിങ്ങുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റോറീസൊക്കെ എനിക്കറിയാം, നിനക്ക് കേൾക്കണമെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹേസോങ് അവിടുന്ന് പോയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്നതാണ്. അവിടെ നമ്മുടെ ഈ സ്കൂളിൻ്റെ, അതായത് ഹേസോങ് പഠിക്കുന്ന സ്കൂളിൻ്റെ ചെയർവുമൺ മ്യോങ്ജു എന്നാണ് കേട്ടോ ഇവരുടെ പേര്. അവളെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, നല്ല ഭയങ്കരമായിട്ടുള്ളൊരു സ്ത്രീയാണെന്നുള്ളത്. അത് മാത്രമല്ല കാശിനൊക്കെ ഭയങ്കര ആർത്തിയുമാണ്. അങ്ങനെ ഈ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെയുള്ള സ്ത്രീനോട്, അതായത് ഇവരുടെ ഹസ്ബൻഡായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഈ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു കൊളീഗാണ്, നമ്മുടെ ചെയർവുമൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗാണ്. അപ്പോൾ ഇവരുടെ മകനെ ഈ സ്കൂളിലേക്ക് ചേർത്തിക്കോളൂ, ഞങ്ങൾ ഇതിനെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കാണാതെ എന്തായാലും ഈ മ്യോങ്ജു ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊന്നും പറയില്ല. കാരണം ഇവൻ്റെ മരണത്തിൽ ഈ സ്ത്രീക്കും എന്തോ ഒരു പങ്കുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്കൂളൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഹേസോങ് തൻ്റെ കൂട്ടാളികളെയൊക്കെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവന് കുറച്ച് സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇവൻ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രി തന്നെ എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ, എന്നാൽ പിന്നെ നാളെ മുതൽ ആ സ്കൂളിലേക്ക് പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആരും കാണാതെ നമ്മുടെ ഹേസോങ് ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റുകയാണ്. പെട്ടെന്ന് ഒരു ടോർച്ച് അവൻ്റെ ഫേസിലേക്ക് വന്നടിക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു ഗൺ പോയിന്റിൽ ആരോ അവനെ നിർത്തിയിട്ടുണ്ട്. ആരാന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ഭാഗത്തോടു കൂടി ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡ് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ. കാരണം ആരാണ് ഇവനെ ഇങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തിയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.